പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ കാറ്റീസം ടീച്ചറുടെ ഒരു വിഷയം കൂടി പറഞ്ഞിട്ട് നമ്മൾ ഈ വിഷയത്തിൽ നിന്നും പുതിയതിലേക്ക് മാറുക. കാരണം ഒത്തിരി ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടായതുകൊണ്ട് ഇതൊരു പൊതുവായ സമൂഹത്തിൻ്റെ ചോദ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് നമ്മുടെ അച്ഛന്മാരെയൊക്കെ വിവാഹം കഴിപ്പിക്കണം. ഇവരിങ്ങനെ സന്യസ്തമൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതൊന്നും ശരിയല്ല. കാരണം വചനത്തിൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. 1 തിമോത്തിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം, മെത്രാൻ ആരോപണങ്ങൾക്ക് അതീതനും ഏക ഭാര്യയുടെ ഭർത്താവും ആയിരിക്കണം, സംയമിയും വിവേകിയും അച്ചടക്കമുള്ളവനും അതിഥി സൽക്കാര പ്രിയനും, അങ്ങനെ താഴോട്ട് പറയുക. അപ്പോൾ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം. അതായത് ഒരുവൻ മെത്രാൻ ആകുന്നുണ്ടെങ്കിൽ അവൻ എന്ത് വേണം? തീർച്ചയായിട്ടും അവൻ ഒരു ഭാര്യ അവനുണ്ടായിരിക്കണം എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ അച്ഛന്മാർ വിവാഹം കഴിക്കാത്തത്? ഇതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു മർമ്മപ്രധാനമായൊരു ചോദ്യം. അതിൻ്റെ 4-ാം വാക്യത്തിൽ, അവൻ തൻ്റെ കുടുംബത്തെ ശരിയായി നിയന്ത്രിക്കുന്നവനും സന്താനങ്ങളെ അനുസരണത്തിലും വിനയത്തിലും വളർത്തുന്നവനുമായിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ ദൈവത്തിൻ്റെ സഭയെ എങ്ങനെ ഭരിക്കും? അപ്പോൾ ദൈവത്തിൻ്റെ സഭയെ ഒരുവൻ ഭരിക്കണമെങ്കിൽ അവൻ എന്ത് വേണം? അവൻ സ്വന്തം കുടുംബത്തെ ഭരിക്കണം. അവനൊരു കുടുംബം ഉണ്ടാകണം, ഒരു ഭാര്യ ഉണ്ടാകണം, കുഞ്ഞുങ്ങളുണ്ടാകണം. ഇനി ഏതെങ്കിലും നിർഭാഗ്യവശാൽ മക്കളില്ലാത്ത ഒരു ദമ്പതികളാണെങ്കിൽ അതും ശരിയാവത്തില്ല. കാരണം എന്താ? ഈ വാക്യത്തിൽ വെച്ച് നോക്കുമ്പോൾ അവൻ കുഞ്ഞുങ്ങളെയും ഭാര്യയൊക്കെ കൃത്യമായി എല്ലാ രീതിയിലും അനുസരണത്തിലും വിനയത്തിലും വളർത്താൻ കഴിയുള്ളവനായിരിക്കണം. അപ്പോൾ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇനി വിവാഹം കഴിച്ചു, പുരോഹിതനാണ്, വിവാഹം കഴിച്ചു, കുഞ്ഞുങ്ങളുണ്ടായില്ല, അപ്പോൾ ആ പൗരോഹിത്യം അസാധുവാക്കപ്പെടുമോ? ഇദ്ദേഹത്തിൻ്റെ ഈ സംശയം വെച്ചിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എനിവേ, പലരുടെയും ചോദ്യമാണ്, അതായത് ഏക ഭാര്യ ഉണ്ടായിരിക്കണമെന്ന് ഒരു നിർബന്ധ ബുദ്ധി. വീണ്ടും അതേ അധ്യായത്തിലെ 12-ാം വാക്യം, 1 തിമോത്തിയോസ് 3:12, ഡീക്കന്മാർ ഏകപത്നി വ്രതം അനുഷ്ഠിക്കുന്നവരും സന്താനങ്ങളെയും കുടുംബത്തെയും നന്നായി നിയന്ത്രിക്കുന്നവരുമായിരിക്കണം. അപ്പോൾ മെത്രാനാണെങ്കിലും ഡീക്കനാണെങ്കിലും എന്ത് വേണം? പുരോഹിതൻ ആണെങ്കിൽ അല്ലെങ്കിൽ മെത്രാനാണെങ്കിൽ ഇവരെല്ലാം വിവാഹം കഴിച്ചിരിക്കണം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ആദ്യം എന്താണ് പൗരോഹിത്യം എന്ന് ചോദിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പൗരോഹിത്യത്തിൻ്റെ അടുത്ത വേഷനിലേക്ക് വന്നു, എന്തിനാണ് കുർബാന? തൊട്ടടുത്ത ചോദ്യം, എന്തുകൊണ്ട് ഈ പൗരോഹിതരെ വിവാഹം കഴിക്കുന്നില്ല? അപ്പോൾ പുരോഹിതരില്ല എന്ന് പറയുന്ന നാവുകൊണ്ട് തന്നെ പുരോഹിതരെ വിവാഹം കഴിപ്പിക്കാനും നമ്മുടെ ആളുകൾ തയ്യാറാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രതിജ്ഞാബദ്ധരാണ്. എന്തായാലും നമ്മൾ ചിന്തിച്ചു നോക്കുക, പൗലോസ് അപ്പസ്തോലൻ ഇത് പറഞ്ഞ തിമോത്തിയർക്ക് എഴുതിയ ലേഖനം എഴുതിയ അതേ അപ്പസ്തോലൻ തന്നെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെപ്പോലെ ആകണം, ഞാൻ വിവാഹിതനല്ലാത്തതുപോലെ നിങ്ങളും ആകണം. കാരണം വിവാഹം കഴിക്കുന്നവൻ ഭാര്യയെ എങ്ങനെ സന്തോഷിപ്പിക്കാം, കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധിക്കാം എന്നുള്ളതിനെക്കുറിച്ച് അതിൽ വ്യാപൃതനായിരിക്കും. എന്നാൽ അതല്ലാത്തവൻ സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി എത്രത്തോളം അവന് പ്രയത്നിക്കാൻ പറ്റുമോ അങ്ങനെ പ്രയത്നിക്കാനും കഴിയുമെന്ന് പറഞ്ഞ യേശുവിൻ്റെ പ്രബോധനത്തെ, അപ്പസ്തോലൻ്റെ പ്രബോധനത്തെ പതിയെ മാറ്റിവെച്ചുകൊണ്ട് സന്യാസം എന്നൊന്നും പാടേയില്ല എന്ന് വ്യാഖ്യാനിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നത് എന്ത് കഷ്ടമാണ് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പസ്തോലനായ പൗലോസ് തന്നെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്തോസ് അതിൻ്റെ 7-ാം അധ്യായം 7-ാം വാക്യം, എല്ലാവരും എന്നെപ്പോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. എന്നാൽ ദൈവത്തിൽ നിന്നും ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങളാണല്ലോ ലഭിക്കുന്നത്. അവിവാഹിതരോടും വിധവകളോടും ഞാൻ പറയുന്നു, എന്നെപ്പോലെ ആയിരിക്കുന്നതാണ് അവർക്ക് നല്ലത്. അതായത് പൗലോസ് അപ്പസ്തോലൻ വിവാഹം കഴിച്ചിട്ടില്ല, അപ്പോൾ എന്നെപ്പോലെ ആയിരിക്കുന്നതാണ് നല്ലത് എന്ന് അപ്പസ്തോലൻ വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് അപ്പസ്തോലൻ തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞ കാര്യം എടുത്തു വെച്ചിട്ട് ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം. അത് ആ പശ്ചാത്തലം പരിശോധിക്കാതെ അറിയാതെ പെട്ടെന്ന് പറ്റുന്നൊരു അബദ്ധമാണ്. അതായത് ഒരു വൻ മെത്രാൻ സ്ഥാനത്തേക്ക് വരുന്നുണ്ടെങ്കിൽ, അവൻ ഡീക്കൻ സ്ഥാനത്തേക്ക് വരുന്നുണ്ടെങ്കിൽ, തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ടെങ്കിൽ അന്ന് ബഹുഭാര്യത്വം പല രീതിയിലും നിലനിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ ഒരുവനെ ഒരു രീതിയിലും പരിഗണിക്കാൻ പാടുള്ളതല്ല. ഏക ഭാര്യ വ്രതം അവനുണ്ടായിരിക്കണം, ഒരൊറ്റ ഭാര്യ. അത് ദൈവം ആദിയിൽ സൃഷ്ടിച്ചപ്പോൾ കൽപ്പിച്ചതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ ഒരു രീതിയിലും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് വ്യക്തം. ഇനി എനിക്ക് തോന്നുന്നു കത്തോലിക്ക സഭയിൽ ഇപ്പോൾ പുരോഹിതനാകണമെങ്കിൽ സന്യസ്തനാകണം എന്നൊരു നിർബന്ധ ബുദ്ധി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിൽ പത്രോസിൻ്റെ സിംഹാസനമാണെന്ന് നമ്മൾ പറഞ്ഞ് പറ്റാവുന്ന സമയത്തൊക്കെ നമ്മൾ പറയുന്നതാണ്, ഞങ്ങൾ പത്രോസിൻ്റെ സിംഹാസനത്തിലാണ് എന്ന് പറയുന്നതാണ്. ആ പത്രോസ് വിവാഹിതനായിരുന്നു, അപ്പോൾ പത്രോസ് അയോഗ്യനായി മാറുമോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഞാൻ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ പല സ്ഥലത്തും, പ്രത്യേകിച്ച് മറ്റ് ആംഗ്ലിക്കൻ സഭകൾ അല്ലെങ്കിൽ പൗരോഹിത്യ സഭകൾ ഇന്ന് കത്തോലിക്ക സഭയുടെ നിന്ന് പറയപ്പെടുന്ന 24 റീത്തുകളിൽ നിന്ന് പുറത്തുപോയി, എന്നാൽ തിരിച്ചു വരുന്ന പുരോഹിതർ, വിവാഹിതരായ പുരോഹിതർക്ക് എക്സംഷൻ ഒരുപാട് കേസുകളിൽ കൊടുത്തതായിട്ട് നമുക്ക് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും. അതായത്
എക്സംഷൻ എടുത്ത് വൈവാഹിക ജീവിതത്തിൽ നിൽക്കുകയും പൗരോഹിത്യത്തിൽ നിൽക്കുകയും ചെയ്യുന്ന പുരോഹിതർ അനേകം ഉണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് തെളിവ് തരുന്നു. അപ്പോൾ അത് ഒരു നിർബന്ധത്തിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു സംഭവം നമുക്കവിടെ നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇനി യേശുവിനോടൊരു സംശയം ചോദിച്ചപ്പോൾ യേശു പറഞ്ഞൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ക്ലാരിറ്റിയാവും. മത്തായി സുവിശേഷം 19-12 അവിടെ പരസംഗം മൂലമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമല്ല എന്ന രീതിയിലൊക്കെയുള്ള യേശുവിൻ്റെ പ്രബോധനത്തിൻ്റെ കീഴെ യേശു അതിൻ്റെ 12 ഇങ്ങനെ പറയുന്നത്, എന്തെന്നാൽ ഷണ്ഡന്മാരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ഡരാക്കുന്നവരുമുണ്ട്, ഗ്രഹിക്കാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. ഇവിടെ വ്യക്തമായിട്ട് യേശു പറയുകയാണ് 3 കാറ്റഗറി. ഒന്ന്, ഷണ്ഡരായി ജനിക്കുന്ന വ്യക്തികൾ, അതായത് ജന്മനാ തന്നെ അങ്ങനെ ആയിരിക്കുന്നവരുണ്ട്. എന്നാൽ മനുഷ്യരാൽ ഷണ്ഡരാക്കപ്പെടുന്നവരുണ്ട്. പഴയ കാലത്ത് നമ്മൾ പരിശോധിച്ചാൽ ചില പാനപാത്രവാഹകരൊക്കെ മനുഷ്യരാൽ ഷണ്ഡരാക്കപ്പെട്ട വ്യക്തികളെ കാണാൻ സാധിക്കും. ഇനി മൂന്നാമത് മറ്റൊരു കാറ്റഗറി, അതായത് സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ഡരാക്കുന്നവരുണ്ട്. ഇവിടെ ഒരുവൻ സ്വർഗരാജ്യം കിട്ടണമെങ്കിൽ ഷണ്ഡരാകണമെന്നൊരു അർത്ഥമല്ല, പകരം കൃപ ലഭിച്ച് ദൈവിക ശുശ്രൂഷയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് ഒരുവൻ സന്യസ്തമാകണമെന്ന് ദൈവിക തീരുമാനവും അവനത് ബോധ്യം കിട്ടുകയും അതിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് അലൗഡാണ്, അത് കൃപയാൽ സംഭവിക്കുന്ന കാര്യമാണെന്ന് യേശു അത് വ്യക്തമാക്കുക. കാരണം 11 പറയാണ്, അവൻ പറഞ്ഞ് കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. ഈ കൃപയില്ലെങ്കിൽ, ഗ്രേസ് ഇല്ലെങ്കിൽ ഈ ഉപദേശം മനസ്സിലാവത്തില്ല. അതായത് ദൈവത്തെ പ്രതി, സ്വർഗത്തെ പ്രതി സ്വയം ഷണ്ഡരായി ജീവിക്കുന്നവരുണ്ട്. ഷണ്ഡരാക്കപ്പെടുന്ന സന്യാസ വരം സ്വീകരിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന അനേക ജനങ്ങളുണ്ട്, അനേക വ്യക്തികളുണ്ടെന്ന് യേശു തന്നെ നമ്മളെ പഠിപ്പിച്ചിരിക്കുക. അപ്പോഴും നമ്മൾ നിർബന്ധബുദ്ധി പിടിക്കുക, നമ്മുടെ അച്ഛന്മാരൊക്കെ പിടിച്ച് വിവാഹം കഴിപ്പിക്കണം. എനിക്ക് തോന്നുന്നു ഈ യുവാവിന് ചുറ്റും നോക്കുമ്പോൾ ഒരുപാട് കഥകൾ കേൾക്കുന്നു, ഒരുപാട് ആരോപണങ്ങൾ വരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പുരോഹിതരിലൊക്കെ ചില തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്നു, ചില വീഴ്ചകൾ പറ്റുന്നു, അത് ഭയങ്കരമായിട്ട് പബ്ലിക്കാകുന്നു, ഒത്തിരി എക്സ്പോസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഒരുപക്ഷെ അവർ വിവാഹിതരാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ലല്ലോ എന്ന ചിന്തയായിരിക്കാം ഇദ്ദേഹത്തിന് ഈ കാര്യം ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കാനായിട്ട് ഇടവരുത്തിയത്. എന്തുമാകട്ടെ, ദൈവവചനം നമ്മളോട് പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു പുരോഹിതൻ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധമില്ല, വിവാഹിതനാകരുതെന്നും നിർബന്ധമില്ല. അത് കൃപയാൽ ദൈവം തിരഞ്ഞെടുക്കുകയും ദൈവം തന്നെ അവനെ അതിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അത് നമുക്ക് പേഴ്സണലാണ്. എൻ്റെ വേർപാട്, എൻ്റെ കർത്താവിന് വേണ്ടിയുള്ള വേർപാട്, അത് ഞാനും എൻ്റെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഒരിക്കലും അത് ആരുടെയും നിർബന്ധത്താലല്ല എന്നുള്ളത് ചരിത്രങ്ങൾ പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നമ്മൾ തിരിച്ചറിയുക, മെത്രാനാകണമെങ്കിൽ വിവാഹം കഴിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്ത ദിവസം നമ്മൾ മറ്റൊരു വിഷയം ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നത്, അതായത് കമൻറ്റ് ബോക്സിൽ ഒത്തിരി ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കത്തോലിക്ക സഭയാണ് തുന്നിക്കൂട്ടി തന്നൊരു പുസ്തകം, അതാണ് ബൈബിൾ. എടാ പീറച്ചെറുക്ക, നീ എന്തിനാണ് ഈ ബൈബിൾ എടുത്ത് വ്യാഖ്യാനിക്കുന്നത്? എന്നോട് പലപ്പോഴും ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ പലരും കമൻറ്റിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്, നിനക്കെന്ത് അധികാരം? കാരണം സഭയാണ് ഈ ബൈബിൾ ഉണ്ടാക്കിയത്, സഭയിലാണ് ഈ ബൈബിൾ വന്നത്. സഭ നിനക്ക് ബൈബിൾ തന്നതുകൊണ്ടല്ലേ ഈ ഇന്ന് നിനക്ക് മൃഷ്ടാനുഭോജനം കഴിക്കാൻ, നിനക്ക് അന്നന്നേപ്പം കഴിക്കാനായിട്ട് കിട്ടിയത്. നീ ഇരുന്ന് യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ അതല്ലേ സഭ ചെയ്ത തെറ്റ്? നിനക്കൊക്കെ ഇന്ന് ബൈബിൾ കിട്ടിയത് സഭയിലൂടെയല്ലേ, സഭയല്ലേ തുന്നിക്കൂട്ടിയത് എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ആ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. You know it's not the same as you